ഹലോ. സോ ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് USSന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു പഠിച്ച് എത്രയായി, ആ ഒരു ലെവൽ ഏതുവരെ ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് വാലുവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്. സോ നമുക്ക് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ഓഫ് കോയിൻസ് ഇസ് കോൾഡ് വാട്ട്? കോയിൻസിനെ പറ്റി പഠിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? എപ്പിഗ്രഫി, ആർക്കിയോളജി, ന്യൂമിസ്മാറ്റിക്സ്, ആസ്ട്രോണമി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ന്യൂമിസ്മാറ്റിക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തിനുള്ളതാണെന്ന് നോക്കാം. എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻസില്ലേ അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ്. ആർക്കിയോളജി നമുക്കറിയാം, പണ്ട് കാലത്തെ ഒരു ഏൻഷ്യൻ്റ് ഒബ്ജക്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി പഠിക്കുന്ന ആർക്കിയോളജി. ന്യൂമിസ്മാറ്റിക്സ് ഇപ്പോൾ പറഞ്ഞു സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്. ആസ്ട്രോണമി നമുക്കറിയാം, നമ്മൾ ഈ സ്റ്റാർസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ പറ്റി പഠിക്കുന്നില്ല ആസ്ട്രോണമി എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഗ്രാമസഭ ഫ്രം ദ ഫ്ലോയിങ്. ഗ്രാമസഭയെ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗ്രാമസഭ ഡസൻ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. Ward member is the chairperson of Grama Sabha. Grama Sabha ensures quality among citizens. The Grama Sabha is convened once a year. അപ്പം ഇതിനകത്ത് ഉത്തരം ശരിക്കും പറയുന്നത് ഓപ്ഷൻ സി ആണ്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നല്ലോ ചോദിച്ചിരുന്നത്. ഗ്രാമസഭ എൻഷുവർ ഇക്വാലിറ്റി അമോങ് സിറ്റിസൻസ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നമ്മൾ ഒരൊറ്റ ഓപ്ഷൻ കണ്ടിട്ട് കയറി കുത്തരുത്. നമ്മൾ എല്ലാ ഓപ്ഷൻസും നല്ലതായിട്ട് വായിച്ച് നോക്കും. ഇപ്പോൾ ആദ്യത്തേത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഡസൻ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? പീപ്പിളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് അവർക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അത് ഇറ്റ് ഡസൻ ഗീവ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ വാർഡ് മെമ്പർ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് ഗ്രാമസഭ. അത് തെറ്റാണ്. നമുക്കറിയാം ഗ്രാമസഭയിലെ ചെയർപേഴ്സൺ വാർഡ് മെമ്പേഴ്സാണോ? അതിലെ മെമ്പേഴ്സിൻ്റെ പേരല്ലേ വാർഡ് മെമ്പർ എന്ന് പറയുക. ദെൻ ഗ്രാമസഭ എൻഷുവർ ഇക്വാലിറ്റി അമോങ് സിറ്റിസൻസ്. ഓക്കെ, എല്ലാ ആളുകൾക്കും ഈക്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കണം ഗ്രാമസഭ. അവർ ബയസ്ഡ് ആവരുത് അല്ലേ. ഒരാൾക്ക് കൂടുതൽ കാര്യം ചെയ്തു കൊടുക്കും, ഒരാൾക്ക് കുറച്ച് കാര്യം ചെയ്യും, അങ്ങനെയല്ല. എല്ലാവരെയും ഈക്വലായി കാണുന്ന ആളുകളായിരിക്കണം ഗ്രാമസഭ. പിന്നെ ഗ്രാമസഭ ഈസ് കൺവിൻസ്ഡ് വൺസ് എ ഇയർ. അത് ശരിയാണോ? അത് ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ സി ഗ്രാമസഭ എൻഷുവർ ഇക്വാലിറ്റി അമോങ് സിറ്റിസൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് റിലേറ്റഡ് ടു വിജയനഗര. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ ഈ ക്വസ്റ്റ്യൻ കാണാമോ? ഞാൻ കുറച്ച് ചെറുതാക്കുക. ഐ ഗെസ് ഞാൻ എന്തായാലും വായിക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് റിലേറ്റഡ് ടു വിജയനഗര. A military commander were known as Amara Nayakas. They had trade relation with China and Sri Lanka. Major cities were Dhaka, Murshidabad and Agra. They were courts at different levels for administration of justice. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ കാണാതെ പഠിക്കണം. അതായത് നമുക്ക് ആ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്താൽ പോലും സോഷ്യൽ സ്റ്റഡീസൊക്കെ ഫുൾ സ്കോർ വാങ്ങാവുന്ന സബ്ജക്ട്സാണ്. ഞാൻ എഴുതിയ ടൈമിലൊക്കെ എനിക്ക് സോഷ്യൽ സ്റ്റഡീസിന് ഫുൾ സ്കോർ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് വർഷം മുന്നെയാണ്. സോ അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ്. മേജർ സിറ്റീസ് വെർ ധാക്ക, മുർഷിദാബാദ് ആൻഡ് ആഗ്ര. അപ്പോൾ ഈ വിജയനഗര എംപയറിൻ്റെ മേജർ സിറ്റീസ് ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ് ആൻഡ് ആഗ്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഇവിടെ കോട്ടൺ, ജൂട്ട്, ബാജ്ര, പൾസസ്. കോട്ടൺ, ജൂട്ട്, ബാജ്ര, പൾസസ്. ഓപ്ഷൻ സി ബാജ്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഫൈബർ അല്ലെങ്കിൽ ഒരു ക്യാഷ് ക്രോപ്പാണ്, ഇസ്ൻ്റ് ഇറ്റ്? പക്ഷേ ബാജ്ര ഒരു സെറിയൽ അല്ലെങ്കിൽ ഒരു മില്ലറ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ബാജ്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ ഈ ഓഡ് വൺ ഔട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഈ ആൻസർക്ക് ഉണ്ടാക്കുന്ന ആൾ ചിന്തിക്കുന്നത് അല്ലേ. ഓഡ് വൺ ഔട്ട് നമുക്ക് അങ്ങനെ പല രീതിയിലുള്ള ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഏതാണെന്നുള്ളത് നോക്കിയെടുക്കുക. പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചലഞ്ച് ചെയ്യാനും പറ്റും. ഇനി ഇൻ വിച്ച് സ്റ്റേറ്റ് ആർ ദ മോസ്റ്റ് ഫേമസ് Bagh cave paintings located?
അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ബാഗ് കേവ് പെയിൻറ്റിങ്സ് ഉള്ളത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ബി കർണാടക, ഓപ്ഷൻ സി മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. നിങ്ങൾ ആലോചിക്കുക, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി മധ്യപ്രദേശിലാണ് ബാഗ് കേവ് പെയിൻറ്റിങ്സ് ഉള്ളത്. ബാഗ് കേവ് പെയിൻറ്റിങ്സ് ഉള്ള എവിടെയാണ്? മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ നോൺ മെറ്റാലിക് മിനറൽ ഫ്രം ദ ഫ്ലോയിങ്. ഓക്കെ, ഓപ്ഷൻ ഓൾറെഡി ആൻസർ ഞാൻ കാണിച്ചു. ബോക്സൈറ്റ്, പെട്രോളിയം, ഡയമണ്ട്, സിന്നബാർ. അപ്പം നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ ഓസ് ഉണ്ട് അല്ലേ, അതിൽ നിന്നാണ് നമ്മൾ ഓരോ മെറ്റൽസിനെയും മിനറൽസിനെയും ഒക്കെ എടുക്കുന്നത്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പം ഇവിടെ ബോക്സൈറ്റ്, പെട്രോളിയം, ഡയമണ്ട്, സിന്നബാർ. പക്ഷേ നോൺ മെറ്റാലിക് മിനറൽ എന്നാണ് ക്വസ്റ്റ്യൻ, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ഈ മിനറൽ ആകുമ്പോൾ നമുക്ക് ഡയമണ്ടിൽ എത്തണം, പിന്നെ അത് നോൺ മെറ്റാലിക് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബോക്സൈറ്റൊക്കെ അയണിൻ്റെ ഓറാണ് കേട്ടോ. നോൺ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ്. ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണ്, നോൺ ഡയറക്റ്റ് ടാക്സസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി പഠിച്ച് വെച്ചിരിക്കണം. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കണം. എന്നിട്ട് അങ്ങനത്തെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓപ്ഷൻ എ ബിൽഡിംഗ് ടാക്സ്, ഓപ്ഷൻ ബി സെയിൽസ് ടാക്സ്, ഓപ്ഷൻ സി ഇൻകം ടാക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫൈൻസ്. അപ്പോൾ അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സിന് എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ആണ്. അതൊരു നോൺ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഇനി which is the most abundant gas in the atmosphere? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ. നമുക്കറിയാം നൈട്രജൻ ആണ് ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണുന്നത് അല്ലേ. പിന്നെ ഏതാ വരുന്നത്? നൈട്രജൻ ഏറ്റവും കൂടുതൽ, പിന്നെയാണ് ഓക്സിജൻ വരത്തുള്ളൂ അല്ലേ. സോ അത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. നൈട്രജൻ്റെ അളവ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. ആ പേഴ്സൻറ്റേജസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നത് നല്ലതായിരിക്കും കേട്ടോ.